മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ. സമത്വവാദി. 1944 പുളിമാന പരമേശ്വരൻ പിള്ള രചിച്ച നാടകമാണ് സമത്വവാദി. 1915 മുതൽ 1948 വരെയുള്ള ചെറിയ ജീവിതകാലം കൊണ്ട് മലയാള നാടക സാഹിത്യരംഗത്ത് ശാശ്വതമായ സ്ഥാനം നേടാൻ പുളിമാനയ്ക്ക് കഴിഞ്ഞു. സമത്വവാദി എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മനോവികാരങ്ങളെയും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെയും അത് എങ്ങനെയാണോ അതേ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയാണിത്. പ്രഭു, മൂത്തമകൾ, ഇളയമകൾ, സമത്വവാദി, ബാരിസ്റ്റർ, കാമുകൻ എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. അനവധി തലങ്ങളുള്ള ആഭ്യന്തര വ്യക്തിത്വത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന തലങ്ങളുടെ രംഗദർശനം ഈ നാടകത്തിൽ കാണാം. ഇതിലെ ഏറ്റുമുട്ടലുകൾ വ്യക്തികൾ തമ്മിലുള്ളതല്ല, മറിച്ച് ജീവിത വീക്ഷണങ്ങളുടേതാണ്. സമത്വവാദിയുടെ രചനയ്ക്ക് പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യമെന്തെന്ന് ഗ്രന്ഥകാരൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഇതാണ് ഞാൻ ചെയ്തത്. ഈ അരിസ്റ്റോക്രസിയുണ്ടല്ലോ, അതിനെ ഒരു പിടി മണ്ണുവാരി തറയിലിട്ട് ചികഞ്ഞു നോക്കും പോലെ ഉദാസീനമായി, പക്ഷേ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഞാൻ ഒന്ന് പരിശോധിച്ചു, അത്രയേ ഉള്ളൂ. ഈ നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ജീർണിച്ചു തുടങ്ങിയ പ്രഭുത്വത്തിൻ്റേതാണ്. അതിനെ എതിർക്കുവാനും നശിപ്പിക്കുവാനും മുന്നോട്ടെത്തുന്ന പുരോഗമനേച്ഛയാണ് ഈ നാടകത്തിലെ സമത്വവാദി എന്ന കഥാപാത്രം. സമത്വവാദിയും അയാളുടെ കാമുകിയും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് നാടകം തുടങ്ങുന്നത്. ഒരു കൈയിൽ റോസാപുഷ്പവും മറുകൈയിൽ തോക്കുമായാണ് അയാൾ വരുന്നത്. മൂല്യങ്ങൾ തകർന്ന് വീർപ്പുമുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ ചിന്തകളും വികാരങ്ങളും തമ്മിലുള്ള വടംവലിക്കിടയിൽ സ്നേഹത്തിൻ്റെ നീരുറവ തേടിയെത്തുന്ന സമത്വവാദി. പാരമ്പര്യത്തെ കൈവടിയാനാവാതെ, എന്നാൽ സമത്വവാദിയോടുള്ള സ്നേഹത്തെ നിരസിക്കാനാവാതെ വീർപ്പുമുട്ടുന്ന കാമുകി. അവൾ പ്രഭുവിൻ്റെ മൂത്തമകളാണ്. കാമുകിയുടെ പിതാവിനെ വധിക്കുന്നതോടെ സമത്വവാദിയുടെ സംഘർഷം വളരുന്നു. കൊലപാതകിയും ഭീരുവുമായ അയാളെ അവൾ ആലിംഗനം ചെയ്യുന്നു. എന്നാൽ സ്നേഹപ്രകടനത്തിൽ നിന്ന് പിന്മാറി അവൾ പോലീസിനു മുൻപിൽ അയാൾക്കെതിരെ മൊഴി കൊടുക്കുന്നു. സമത്വവാദിയായ വിപ്ലവകാരി, അയാളുടെ ആശയങ്ങളെ ഉൾവഹിച്ചു നിൽക്കുന്ന കാമുകി, പാരമ്പര്യത്തിൻ്റെ വക്താവായ പ്രഭു, സമത്വവാദിയെ അയാളറിയാതെ പ്രേമിക്കുകയും പ്രേമം കണ്ടറിയാത്ത അയാളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന ഇളയമകൾ, ഇളയമകളെ പൂജാവിഗ്രഹമായി കരുതുന്ന കാമുകൻ, സത്യദർശകനും നിഷ്പക്ഷനുമായി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ബാരിസ്റ്റർ എന്നീ കഥാപാത്രങ്ങൾ സംഘർഷാത്മകമായ നിമിഷങ്ങളെ നാടകത്തിൽ സൃഷ്ടിക്കുന്നു. മലയാള നാടകവേദി പുതിയ കാഴ്ചപ്പാടുകളെ സ്വാംശീകരിച്ചു തുടങ്ങിയ കാലയളവിൽ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു നാടകമുണ്ടായി എന്നത് നാടകാസ്വാദകരെ ഏറെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമത്വവാദി മലയാള നാടകവേദിയെയും സാഹിത്യത്തെയും ഏറെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.